Hi friends, welcome back to another episode of KENZA TECHS. My name is RASAL FARHAN. നിങ്ങളെല്ലാവരും thumbnail ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത് റെഡ്മിയുടെ ഫോണിനെ കുറിച്ചാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് റെഡ്മി നോട്ട് 8 എന്ന് പറയുന്ന ഫോണാണ്. വളരെ നല്ലൊരു ഫോൺ തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 665 ചിപ്സെറ്റൊക്കെ വെച്ചുകൊണ്ട് അടങ്ങിയ നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന റെഡ്മിയുടെ ഫോണാണ് എങ്കിൽ അതിലിപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. MIUI 12ൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ വന്നപ്പോൾ പല കാര്യങ്ങളും റെഡ്മി ഫോണുകളിൽ, അതായത് xiaomi ഫോണുകളിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് രണ്ട് ചേഞ്ചുകളാണ്. അതായത് കൺട്രോൾ സെൻറ്ററിൻ്റെ ഒരു ചേഞ്ച്, പഴയ മോഡലുള്ള കൺട്രോൾ സെൻറ്റർ മാറിയിട്ട് വളരെ ഭംഗിയുള്ള കൺട്രോൾ സെൻറ്റർ എനബിൾ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു, എങ്ങനെ നമ്മുടെ ഫോട്ടോകൾ ഒറ്റ ക്ലിക്കിൽ എഡിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ തീർച്ചയായും കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ല എങ്കിൽ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായും പോയി കാണുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോകളിൽ ഉള്ള സ്കൈ, ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ മുകളിൽ ആകാശമുണ്ട്. ആ ഒരു ആകാശം നമുക്ക് പല രീതിക്ക് മാറ്റാൻ സാധിക്കും. അത് റെഡ്മിയുടെ പുതിയ MIUI 12ൻ്റെ അപ്ഡേഷൻ വന്നതോടുകൂടെ റെഡ്മിയുടെ സിസ്റ്റത്തിൽ തന്നെ നൽകിയിരിക്കുന്ന ഒരു ഫ്യൂച്ചറാണ് നമ്മുടെ സ്കൈ ചേഞ്ചിങ്. ഫയർ വർക്ക്സ് ആയാലും മറ്റേ വർക്ക്സ്, പല രീതിക്കുള്ള സ്കൈകൾ നമുക്ക് എനബിൾ ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും എങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ന്യൂ കൺട്രോൾ സെൻറ്റർ എങ്ങനെ എനബിൾ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിക്കൊണ്ട് നമ്മൾ ഷട്ടർ താത്തുന്ന സമയത്ത് നമുക്കിവിടെ പഴയ കൺട്രോൾ സെൻറ്റർ, ഓൾഡ് കൺട്രോൾ സെൻറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഒരു ഭംഗിക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് പുതിയത് കണ്ടപ്പോൾ. അപ്പോൾ നമുക്ക് പുതിയത് എങ്ങനെ എനബിൾ ചെയ്യാമെന്ന് നോക്കാം. പല ആളുകൾക്ക് അറിയുന്ന ഒരു ട്രിക്കാണ്, എന്നാലും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ ഇതാ പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ ഷട്ടർ താത്തിയതിന് ശേഷം ഇവിടെ നമുക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഡിസ്പ്ലേ എന്ന്. ആ ഡിസ്പ്ലേയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കൺട്രോൾ സെൻറ്റർ ആൻഡ് നോട്ടിഫിക്കേഷൻ ഷെയർഡ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ന്യൂ കൺട്രോൾ സെൻറ്റർ എന്ന് കാണാൻ സാധിക്കും. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുതിയ കൺട്രോൾ സെൻറ്റർ എനബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഹോം പേജിലേക്ക് പോയതിന് ശേഷം ഷട്ടർ ഒന്ന് താത്തി നോക്കാം. നമുക്ക് പുതിയ ഒരു കൺട്രോൾ സെൻറ്റർ, നല്ല ഭംഗിയുള്ള ഒരു കൺട്രോൾ സെൻറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ റെഡ്മിയുടെ പുതിയ MIUI 12 വന്നതോടുള്ള റെഡ്മിക്ക് മാത്രം അവകാശപ്പെട്ടൊരു ഫ്യൂച്ചറാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമ്മൾ താത്തുന്ന സമയത്ത് ഷട്ടറും, ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് താത്തുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ പാനലും. അപ്പോൾ വളരെ നല്ലൊരു ഫ്യൂച്ചറാണ് ഇത് നൽകിയിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള കൺട്രോൾ സെൻറ്ററാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇനി അതുപോലെ നമുക്ക് എങ്ങനെ നമ്മുടെ ഫോട്ടോകളുടെ സ്കൈ മാറ്റി നല്ല ഭംഗിയുള്ള സ്കൈ ആക്കാമെന്ന് നോക്കാം. എങ്ങനെ ആ ഒരു തരത്തിലേക്ക് എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിക്കൊണ്ട് നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കാറിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ രീതിക്കൊരു സ്കൈൻ്റെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിക്കോട്ടെ എന്നുള്ള രീതിയിൽ എടുത്തതാണ് ആ ഒരു സ്കൈൻ്റെ ഇമേജ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ആ കാറിൻ്റെ അടിയിലായിക്കൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന്, ഞാൻ നേരത്തെ എടുത്തു വെച്ചായിരുന്നു, ഇപ്പം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു. ഇവിടെ നമുക്ക് കാണാം എഡിറ്റിൻ്റെ ഒരു ഓപ്ഷൻ. ആ ഒരു എഡിറ്റിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് ബ്യൂട്ടിഫൈ, ക്രോപ്പ്, ഫിൽറ്റർ, സ്കൈ, സ്റ്റിക്കർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ സ്കൈ എനബിൾ ചെയ്യുക. സ്കൈയിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. പല തരത്തിൽ സ്കൈ മാറുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. സ്കൈക്ക് നല്ല രീതിക്കുള്ള ചേഞ്ച് വരുന്നുണ്ട്. റെയിൻബോ, അങ്ങനെ പല രീതിക്കുള്ള, അതുപോലെ തന്നെ ഫയർ വർക്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ തന്നെ ഇതിൽ നൽകിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഫയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ സ്കൈ വളരെ വ്യത്യസ്തമായ രീതിയിൽ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മഴ പെയ്യുന്നത് ആ ഒരു ടൈമിലുള്ളത്, അതുപോലെ പല മോഡുകൾ. അപ്പോൾ വളരെ നല്ലൊരു ഫ്യൂച്ചർ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ റെഡ്മിയുടെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായും സെറ്റിങ്സിൽ പോയതിന് ശേഷം സോഫ്റ്റ്വെയർ ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിക്കൊണ്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.